ഹായ് ഗൈസ്, ഞാനൊരു യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇത്രയും വിഷമിച്ച് ഇത്രയും സങ്കടപ്പെട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിട്ടില്ല. എൻ്റെ ചാനലിൻ്റെ അവസ്ഥ ഇപ്പോൾ അതാണ്. മിക്കവാറും ചാനൽ അടിച്ചു പോകും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചാനലിന് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സ്ട്രൈക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് കിടക്കാം. പക്ഷേ അതിന് മുമ്പ് ഒരു ചാനൽ എങ്ങനെ ഇവിടം വരെ എത്തിക്കും, ഒരു മോണിറ്റൈസേഷൻ വരെ എത്തിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ, സെലിബ്രിറ്റീസ് ഒക്കെ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ കയറിപ്പോവും, അവർക്ക് മോണിറ്റൈസേഷൻ ഒക്കെ ആവും. ഓക്കെ, പക്ഷെ നമ്മളെപ്പോലുള്ള ഒരാൾ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ മറ്റുള്ളവരിലോട്ട് നമ്മൾ വേറെ ഒരുപാട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിച്ച്, അല്ലെങ്കിൽ വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ച്, ഇൻസ്റ്റാഗ്രാം വഴി പ്രൊമോഷൻ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നത്. മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമുക്കിതിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ, നമ്മുടെ വീഡിയോസിൽ ആഡ് വരണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് രണ്ട് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ എന്നല്ല, ആദ്യം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസും കൂടി കൂട്ടിയിട്ട് 4000 വാച്ച് അവറും വേണം. ഇതുണ്ടെങ്കിൽ നമ്മുടെ ഐ ഡി ഒക്കെ വെരിഫൈ ചെയ്ത്, നമ്മുടെ പിൻ നമ്പറൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് മോണിറ്റൈസേഷൻ അവർ അപ്രൂവ് ചെയ്ത് തരും. അതിനുശേഷം നമുക്ക് ഫണ്ട് വന്ന് തുടങ്ങും. ഫണ്ട് വന്നു കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള പൈസ എടുത്തുള്ളൂ. ഈ ആളുകൾ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ ആണിങ്ങനെ അടിച്ചിറക്കിക്കുന്നത് നിറയെ കാശ് കിട്ടും. അവർക്ക് കിട്ടും. അവരൊരുപാട് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്, റോക്കറ്റ് പുറത്തുനിന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അല്ലാണ്ട് നമ്മളെപ്പോലെ സാധാരണ ഒരു ആൾ ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നല്ല വ്യൂ വേണം. എനിക്ക് മനസ്സിലായത് ഏകദേശം ഒരു 10 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ 3500 വ്യൂ ഉണ്ടെങ്കിൽ $1 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തുമാത്രം വ്യൂ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് പൈസ കിട്ടുന്നത്. $1 വില എത്ര? 83 രൂപ. ആ ഒരു രീതിയിലാണ്. കറക്റ്റ് ആക്യുറേറ്റ് അല്ല, ഞാൻ അതിൻ്റെ ഒരു ഇത് പറഞ്ഞാണ്, ഏകദേശം ഒരു രൂപം പറഞ്ഞാണ്. അപ്പം നല്ല രീതിയിൽ വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പൈസ കിട്ടൂ. അപ്പോൾ എനിക്ക് കുറച്ച് പൈസ വന്ന് കിടപ്പുണ്ട്, കുറച്ച് ഡോളേഴ്സ് വന്ന് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സ്ട്രൈക്ക് തന്നത് അവരുടെ പേരൊന്നും ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. അവർ യൂട്യൂബിൽ ഇരുന്നിട്ട് ഒരുപാട് ആളുകൾ ചീത്ത പറയുന്നതും തെറി പറയുന്നതും ഒക്കെ കേട്ടപ്പോൾ, നമ്മൾ റിയാക്ഷൻ ചാനൽ കൊണ്ടുപോകുന്ന ഒരാളാണല്ലോ, അപ്പം അതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മളതിന് പ്രതികരിച്ചു. ഒരിക്കലും ഞാൻ ആ ഇതിട്ടവരെ, അങ്ങനെ ഈ ചീത്ത പറഞ്ഞവരെ ഒരിക്കലും വേറെ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. ഒരു രീതിയിലും അവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ അഭിപ്രായം പറഞ്ഞു. അവർ പറയുന്നത് ശരിയല്ല, അവരിങ്ങനെ പറയുന്നതൊക്കെ ശരിയല്ല, തെറ്റാണെന്നുള്ള അഭിപ്രായം പറഞ്ഞു. അവരുടെ 3 വീഡിയോ ഉണ്ടായിരുന്നു. ആ 3 വീഡിയോയ്ക്കും അവരെനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. അപ്പം എപ്പോഴാണ് എൻ്റെ ചാനൽ അടിച്ചു പോകുന്നത്, ഒരുപാട് സീരിയസ്ലി പറയാം, ഒരുപാട് സങ്കടമുള്ള ഒരു കേസാണ്. ഇത്രയും ഇവിടം വരെ ഞാനത് എത്തിച്ചതിൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാമല്ലോ. ഒരു വർഷം കൊണ്ടാണ് ഞാനത്, ഇപ്പം ഈ 3000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഈ ഇത്ര സബ്സ്ക്രൈബറേയും ഇത്രയും വാച്ച് അവറും മോണിറ്റൈസേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു വർഷം കൊണ്ടാണ്. ഒരു വർഷം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ. കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം യൂട്യൂബിന് കിട്ടുകയും ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരത്തെ സ്ട്രൈക്ക് വന്നത്, ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇത്രയും ഒരു ഇതായിട്ട് വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പം സ്ട്രൈക്ക്, അപ്പോൾ അവർ ആ ചെയ്തതിന് ഞാൻ റിയാക്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും കോൺടാക്ട് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞത്, നമ്മൾ സായി, സീക്രട്ട് ഏജൻറ്റ് സായി, അവരെല്ലാവരോടും കോൺടാക്ട് ചെയ്ത് പറയുമ്പോൾ അവരെല്ലാവർക്കും സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ചാനൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം പൂട്ടേണ്ടി വരുമോ എന്താണെന്നൊന്നും അറിയില്ല, ഭാവി എന്താണെന്നും അറിയില്ല. ഞാനൊരു പുതിയ ചാനൽ, ഒരു 2.0 എന്ന് പറഞ്ഞൊരു പുതിയ ചാനൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഇപ്പം ചെയ്യുന്നില്ല, ഞാൻ നാളത്തേക്ക് ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നാളെ ഞാൻ കമൻറ്റ് ബോക്സിലിടാം, ആ ചാനലിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങളതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്ന് അടിച്ച് പോകുന്ന അറിയില്ല. അപ്പം ഫസ്റ്റ് ഇതുപോലും എടുത്തില്ലടേ, അതിനകത്ത് കിടന്നോട്ടെ, പതിയെ എടുക്കാമെന്ന് വെച്ചിട്ട് പൈസ പോലും എടുത്തിട്ടില്ല, അതിനകത്ത് കിടക്കുകയാണ്. ഇനി ചാനൽ അടിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. കുറച്ച് ഫണ്ടായിട്ട് എടുക്കാമെന്നൊക്കെ വെച്ചിരുന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്കെതിരെ ഇട്ടിരിക്കുന്ന സ്ട്രൈക്ക് തന്നതിന് അവരെനിക്കെതിരെ ഇട്ടിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഫോട്ടോ യൂസ് ചെയ്തു തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ വീഡിയോ തുറക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ എഴുതി വരത്തില്ലേ, എന്താണ് വീഡിയോ കണ്ടന്റ് എന്നൊക്കെ എഴുതുന്ന തംബ്നെയിലില്ലേ, ആ തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ഫോട്ടോ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആണ് എനിക്ക് അവർ സ്ട്രൈക്ക് വന്നിരിക്കുന്നത്. ഞാൻ അവർക്ക് മെയിൽ അയച്ചു. അവരുടെ ലീഗൽ ടീം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ലീഗൽ ടീമൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു നടക്കില്ല, സ്ട്രൈക്ക് മാറ്റി തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ എനിക്ക് 90 ദിവസം വെയിറ്റ് ചെയ്യാം, സ്ട്രൈക്ക് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും, അല്ലെങ്കിൽ അവർ റിമൂവ് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ ചാനൽ അടിച്ചു പോകുന്ന കേസിലോട്ടൊക്കെ വരും. എന്താണെന്നല്ല, ഭയങ്കര സങ്കടം. ഈ ഒരു ലെവൽ വരെയൊക്കെ എങ്ങനെ എത്തിച്ചെന്ന് അത് ചെയ്തു നോക്കിയവർക്ക് അറിയാവുള്ളൂ. ഈ യൂട്യൂബിൽ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൊക്കെ യൂട്യൂബിൽ എന്തുമാത്രം ചാനലാണെന്നറിയോ, ഒരു ദിവസം തന്നെ എത്ര ചാനൽ ക്രിയേറ്റ് ആകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെയൊക്കെ എത്തിച്ച്, ഒരുപാട് പേര് പറയുന്നുണ്ട് നീ ഇങ്ങനെ ചുമ്മാ കുറ്റം പറയുകയാണ്. അത് കുറ്റം പറയുന്നതല്ല, നമ്മുടെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുന്നതാണ്. ഒരു വീഡിയോ ഒരു യൂട്യൂബിൽ ഇട്ടവനായിരിക്കില്ല ഈ പറയുന്നത്. ഒരാളെ ഇട്ടിട്ടല്ല, എന്ത് കഷ്ടപ്പാടാണ് ഇത് പറഞ്ഞാൽ എടുത്തതിന് ശേഷം കറക്റ്റ് നോക്കി എഡിറ്റ് ചെയ്തു. ഭയങ്കര പാടുള്ള കേസ് തന്നെയാണ് ഇത്. ചുമ്മാ ഇരുന്ന് കാശുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരാരും യൂട്യൂബിലോട്ട് വരണ്ട, ഉണ്ടാക്കാൻ പറ്റില്ല. കോപ്പിറൈറ്റ് കിട്ടുമോ എന്ന് നോക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം.
ഒരുപാട് കാര്യങ്ങൾ നോക്കി അതിന് വ്യൂസ്. ഇനിയിപ്പം ഈ സ്ട്രൈക്ക് ഇവർ തന്നത് കൊണ്ടും എൻ്റെ ആ 2-3 വീഡിയോ ലാസ്റ്റ് റീസെൻറ്റ് വീഡിയോസൊക്കെ കയറുന്നുണ്ട്, അത്യാവശ്യം കയറി ഒരു 1000 ഒക്കെ കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്ക് തന്നത് കാരണം ഇനി യൂട്യൂബ് ആ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യില്ല. അങ്ങനെയും പ്രശ്നമുണ്ട്. ഞാൻ തിരക്കിയപ്പോൾ ഇതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ ആളുകൾ പറയുന്നത് ഇനി നിൻ്റെ വീഡിയോസ് യൂട്യൂബ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യില്ല, ചെറിയ രീതിയിലേക്ക് കയറത്തുള്ളൂ, 90 ദിവസം ഉമ്പസ്യ എന്നും പറഞ്ഞിരിക്കേണ്ട ഒരു ഭയങ്കര സങ്കടമായ കാര്യം. ഇപ്പം എന്തായാലും ഞാൻ നാളെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ചാനലിലൂടെ പിൻ ചെയ്യാം. നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ 3600 സംതിങ് ആണെങ്കിൽ 200 സംതിങ് ആണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അപ്പം അതിൽ ഒരു 1000 പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും നല്ലൊരു പണി തന്നെ കിട്ടി കേട്ടോ. എന്തായാലും ഞാൻ അവരെ മോശമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ആ വീഡിയോ അവരെന്തായാലും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരെയും ഒരു ചീത്തയും പറഞ്ഞ് ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും, അത്രയേ ഉള്ളൂ. അവർക്കത് ചിലപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കാണില്ല. എന്തായാലും സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. ചാനൽ എപ്പോൾ പോകുമെന്ന് അറിയില്ല. മുമ്പോട്ട് പോയെങ്കിൽ പോയി, അല്ല ഇപ്പം ഞാനല്ലേ പുതിയൊരു ചാനൽ ഈ ഒരു ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഒരു വർഷം നല്ല രീതിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിലോട്ട് വന്നത്. ഇടയ്ക്ക് ഞാൻ ശരിയാവില്ല എന്നൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് നിർത്തിയാണ്. കുറച്ചാൾ ഞാൻ വീഡിയോ ഇട്ടില്ല, 1 മാസത്തോളം വീഡിയോ ഇട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇതിലോട്ട് വരുന്നില്ല എന്ന് വെച്ചിട്ട് പിന്നെയും വിചാരിച്ചു അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് പിന്നെ വിചാരിച്ചപ്പോഴാണ് കയറി വന്നത്. ഇപ്പോൾ മോണിറ്റൈസേഷൻ വരെയൊക്കെ ആയി, കുറച്ച് ഫണ്ട് വന്നിട്ടുണ്ട് അക്കൗണ്ടിൽ. അത് ഞാൻ എടുത്തിട്ടില്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എടുത്തിട്ടില്ല. അത് കിടന്നോട്ടെ, കുറച്ചും കൂടി ആവട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ്. എന്താവും അറിയില്ല, എന്നടിച്ചു പോകുന്നു അറിയില്ല.